നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. പരപ്പനങ്ങാടി നഗരസഭയിലെ നെടുവ വില്ലേജിലെ വിവിധ ഡിവിഷനുകളിലൂടെ ഒഴുകി കൽപ്പുഴയിലെത്തുന്ന തണ്ടാണിപ്പുഴ കൽപ്പുഴ തോടിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് കർഷകരുടെയും പ്രദേശവാസികളുടെയും പരാതി. കയ്യേറ്റം ഒഴിപ്പിച്ച് 2018-19 കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിൽ പാർശ്വഭിത്തി തകർന്ന തോടിന്റെ നവീകരണം നടത്തിയാൽ പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യുമെന്നും തോട് തകർന്നതും കാലാകാലങ്ങളായി തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് മേൽഭാഗത്തുള്ള പുല്ലുകളും മറ്റും വെട്ടിമാറ്റുന്നത് കൊണ്ട് മാത്രം പരിഹാരമാവുകയില്ലെന്നും തോട്ടിലെ മണ്ണ് മാറ്റാത്തതുമൂലം സുഗമമായ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ട് ഒരു മഴ പെയ്താൽ തന്നെ പ്രദേശത്തെ വീടുകളിലേക്കും കൃഷിയിടത്തിലേക്കും വെള്ളം കയറി വലിയ ദുരിതത്തിലാവുന്നതും പതിവാണെന്നും ഇവർ പറയുന്നു. നഗരസഭ വികസന സെമിനാറിലും മന്ത്രിമാർ പങ്കെടുത്ത കൊണ്ടോട്ടിയിൽ നടന്ന സാന്ത്വന സ്പർശം അദാലത്തിലും കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തിരുരങ്ങാടി മണ്ഡലം നവകേരള സദസ്സിലും ഈ വിഷയം ഉന്നയിച്ച് പ്രദേശവാസികളുടെയും കർഷകരുടെയും ഒപ്പുശേഖരണത്തോടെ നിവേദനം സമർപ്പിച്ചിട്ടും ഒരു നടപടിയും എടുക്കാത്തതിൽ ജനങ്ങൾ രോഷാകുലരാണ്. മഴ പെയ്തതോടെ പല്ലവി തിയേറ്ററിന് സമീപവും മറ്റു പല ഭാഗങ്ങളിലും നിലവിൽ തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുൽക്കാടുകളും നിറഞ്ഞ് വെള്ളമൊഴുക്കിന് തടസ്സം നേരിടുന്നുണ്ട്. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്ന നിലപാട് മാറ്റി അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് കർഷകരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.